നമസ്കാരം. ദർശന ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വിരുന്നിൻ്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വിരുന്നിൻ്റെ ടീം ഇപ്പോഴുള്ളത് പത്തനംതിട്ട ജില്ലയിലെ പന്തളത്താണ്. ഇന്ന് വിരുന്നിൻ്റെ എപ്പിസോഡ് ധന്യമാക്കുവാൻ നമ്മോടൊപ്പമുള്ള അതിഥി കേരളത്തിലെ എല്ലാ വ്യക്തികൾക്കും അറിയാവുന്ന ഒരു രാഷ്ട്രീയ സാംസ്കാരിക പൊതുപ്രവർത്തകനാണ്. കേന്ദ്ര സർക്കാരിൻ്റെ നാഷണൽ മൈനോറിറ്റി മോണിറ്ററി കൗൺസിൽ മെമ്പറും അതോടൊപ്പം തന്നെ KPCC നിർവാഹക സമിതി അംഗം, കർഷക കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറി, പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനമായ NCPTയുടെ ചെയർമാനും, എഴുത്തുകാരൻ, സാംസ്കാരിക സാമൂഹിക പ്രവർത്തകൻ, മതസൗഹാർദ്ദത്തിൽ ഒരു പേരുകേട്ട വ്യക്തി, നല്ലൊരു പ്രഭാഷകനാണ്. പറയുവാൻ ഒരുപാട് വിശേഷണങ്ങളുള്ള വ്യക്തിയാണ് മിസ്റ്റർ തൈക്കൂട്ടത്തിൽ സക്കീർ. അദ്ദേഹമാണ് നമ്മുടെ അതിഥി. അദ്ദേഹത്തെ വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യാൻ വിരുന്നിലേക്ക്. സർ, നമസ്കാരം. നമസ്കാരം. ആദ്യം തന്നെ വളരെ സന്തോഷമുള്ളൊരു കാര്യം, വിരുന്നിൻ്റെ യാത്ര തുടങ്ങിയിട്ട് കുറേ എപ്പിസോഡുകളായി. കേരളത്തിനകത്തും പുറത്തും, പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിലായിരുന്നു ഞങ്ങളുടെ കൂടുതൽ യാത്രകൾ. പല രാജ്യങ്ങളിലും പല എപ്പിസോഡുകൾ, പല ഗസ്റ്റുകൾ വന്നിട്ടുണ്ട്. എന്നിരുന്നാലും ഞങ്ങളുടെ എപ്പിസോഡിൽ ആദ്യമായിട്ടാണ് ഒരു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സ്റ്റാറ്റ്യൂട്ടറി ബോർഡിൽ നിന്നും, പ്രത്യേകിച്ച് ന്യൂനപക്ഷ മേൽനോട്ട സമിതി അംഗമായ ഒരു വലിയ വ്യക്തി ഞങ്ങളുടെ എപ്പിസോഡിൽ വരുന്നത്. അതിൽ വളരെ സന്തോഷമുണ്ട് ഞങ്ങൾക്ക്. താങ്കളുടെ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾക്കറിയാൻ സാധിച്ചത് താങ്കൾ നല്ലൊരു എഴുത്തുകാരനാണ്. അതോടൊപ്പം തന്നെ മതസൗഹാർദ്ദ മേഖലയിൽ താങ്കളുടെ പ്രവർത്തനം എടുത്തു പറയുന്ന ഒരു കാര്യം തന്നെയാണ്. എന്നിരുന്നാലും താങ്കളെ ഇപ്പോൾ ഞങ്ങൾക്ക് ഗസ്റ്റായിട്ട് കിട്ടിയപ്പോൾ നമുക്ക് ചോദിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, പ്രേക്ഷകർക്ക് അറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ന്യൂനപക്ഷ മേൽനോട്ട സമിതി അംഗമാണ് താങ്കൾ ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ. താങ്കളുടെ പ്രവർത്തന മേഖലകൾ, താങ്കൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഫോക്കസ് ചെയ്യുന്നത്? ഈ ന്യൂനപക്ഷ മേൽനോട്ട മെമ്പർ അല്ലെങ്കിൽ ഒരു കൗൺസിൽ മെമ്പർ എന്ന് പറയുമ്പോൾ ജനങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്ന മെസ്സേജ് എന്തൊക്കെയാണെന്ന് ഒന്ന് വിശദമാക്കാം. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെയും ന്യൂനപക്ഷ മതവിഭാഗങ്ങൾക്ക് വേണ്ടി നടപ്പിലാക്കുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുക എന്നുള്ളതാണ് കേന്ദ്ര ഗവൺമെൻറ് സ്റ്റാറ്റ്യൂട്ടറി ബോർഡായ നാഷണൽ മൈനോറിറ്റി കൗൺസിലിൻ്റെ ഉത്തരവാദിത്വം. ഞങ്ങൾ കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഈ സമിതിയിലേക്ക്, കഴിഞ്ഞ UPA ഗവൺമെൻറ് കാലത്താണ് ഈ സമിതിയിലേക്ക് ഞങ്ങളെ നിയോഗിക്കുന്നത്. ഗവൺമെൻറ് ഇന്ന് ന്യൂനപക്ഷ വിഭാഗങ്ങൾ, അത് ഇന്ത്യയിലെ സംബന്ധിച്ചിടത്തോളം മുസ്ലിംസ്, ക്രിസ്ത്യൻ, പാഴ്സി, സിഖ്, ജൈന, ബുദ്ധ, ഇവയാണ് ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങൾ എന്ന് പറയുന്നത്. ഇവർ പലതരത്തിലുള്ള പ്രയാസങ്ങൾ നേരിടുന്ന വിഭാഗങ്ങൾ തന്നെയാണ് ഇപ്പോഴും. ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ തന്നെ മുന്നോക്ക വിഭാഗത്തെ അപേക്ഷിച്ച് വളരെ പിന്നിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സമുദായങ്ങൾ എന്ന നിലയിൽ നമ്മുടെ രാജ്യം ഒരു മതേതര രാജ്യമാണ്. ആ മതേതര സെഗ്മെൻറ്റ് പൂർത്തീകരിക്കണമെങ്കിൽ, ആ മതേതര ആശയം നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയണമെങ്കിൽ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെ കൂടി മുഖ്യധാരയിൽ കൊണ്ടുവരാൻ കഴിയണം. ആ മുഖ്യധാരയിലേക്ക് അവരെ എത്തിക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ, അതിനൊരുപാട് സപ്പോർട്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകണം, അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകണം, അതുപോലെ മറ്റ് ഗവൺമെൻറ് ഏജൻസികളുടെ ഭാഗത്തു നിന്നുണ്ടാകണം, സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകണം. ഇതെല്ലാം ക്രോഡീകരിച്ചുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെൻറ് എല്ലാ സംസ്ഥാനങ്ങളിലെയും ന്യൂനപക്ഷങ്ങളുടെ അപ്ലിഫ്റ്റ്മെൻറ്റിന് വേണ്ടി, ഉന്നതിക്ക് വേണ്ടി, ഉന്നമനത്തിന് വേണ്ടി ഉള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത്. നേരത്തെയുള്ള ഒരവസ്ഥ, ഇത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ഒരുപാട് തലങ്ങളിലേക്ക് എത്തേണ്ട വികസന പ്രവർത്തനങ്ങൾ ഒരുപക്ഷെ പലപ്പോഴും പല ദിശയിലേക്കും മാറി യഥാർത്ഥമായ ഗുണഭോക്താക്കൾക്ക്, അല്ലെ യഥാർത്ഥമായ വിഭാഗത്തിന് എത്താൻ കഴിയാതെ പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അത് മാറ്റിയെടുക്കാനാണ്
ഗവൺമെൻറ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങൾ അർപ്പിതമായിട്ടുള്ള ഉത്തരവാദിത്വം. ഇനിയിപ്പോൾ കേരളത്തിൻ്റെ UDF ഗവൺമെൻറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് വിഷയങ്ങൾ ദിനം പ്രതി വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. താങ്കൾ അതിൽ പ്രതിദാനം ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് UDF ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ മദ്യനയം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ ഈ ഒരു ഇൻ്റർവ്യൂ പോലും നടക്കുന്നത് കൊണ്ടാണ് ചോദ്യം. താങ്കൾ എങ്ങനെയാണ് UDF ഗവൺമെൻറ്റിൻ്റെ കേരളത്തിലെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നത്? കേരളത്തിലെ ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെ പോലെ ഒരു ഗവൺമെൻറ് ഇന്ന് ഇന്ത്യയുടെ മറ്റൊരു സംസ്ഥാനത്തും ഇല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. കേരളത്തിലെ ശ്രീ ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിനെ കോപ്പി ചെയ്തുകൊണ്ടാണ് ഡൽഹിയിൽ ശ്രീ കേജ്രിവാളിൻ്റെ നേതൃത്വത്തിൽ വന്ന ഗവൺമെൻറ് അവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. ശ്രീ ഉമ്മൻചാണ്ടി നടപ്പിലാക്കുന്ന ജനകീയ പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങൾക്ക് യുണൈറ്റഡ് നേഷൻസിൻ്റെ പോലും അംഗീകാരം നേടി ആദരവ് നേടിക്കഴിഞ്ഞ ഒരു സാഹചര്യമാണ് ഇന്ന് നമ്മുടെ നാട്ടിലുള്ളത്. അദ്ദേഹത്തിൻ്റെ പൊതുജന സമ്പർക്ക പരിപാടി ലോകത്ത് ഒരു ഭരണാധികാരിക്കും കാഴ്ചവെക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒന്നാണ്. എല്ലാ ജില്ലകളിലും നേരിട്ട് ഒരു മുഖ്യമന്ത്രി പോയി ആളുകളെ കണ്ട് അവരുടെ പ്രശ്നങ്ങൾ നേരിട്ട് കേട്ട് അതിൻ്റെ പ്രശ്നങ്ങൾക്ക് അവിടെ വച്ച് തന്നെ പരിഹാരമുണ്ടാക്കുന്ന ഒരു ഭരണ സംവിധാനം, ഒരു ഭരണനായകനെ ലോകത്തിന് തന്നെ മാതൃകയാക്കാൻ കൊള്ളാവുന്ന ഒരു ഭരണ സംവിധാനമാണ്. പിന്നീട് കേരളത്തിൽ ഏത് മേഖലയിലാണ് ഈ കഴിഞ്ഞ UDF ഗവൺമെൻറ്റിൻ്റെ സമയത്ത് ഒരു പരാജയം എടുത്തു കാട്ടുവാൻ നമുക്ക് കഴിയുന്നത്? അതേസമയം കഴിഞ്ഞ ഇടതുപക്ഷ ഗവൺമെൻറ്, ആ കഴിഞ്ഞ ഇടതുപക്ഷ ഗവൺമെൻറ്റിന് എന്ത് നേട്ടം അവകാശപ്പെടുവാനുണ്ട് എന്നുള്ളതും ഒരു വസ്തുതയാണ്. ഇവിടെ കഴിഞ്ഞ 3 വർഷമായിട്ട് ഭരണം നടത്തുന്ന ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെൻറ് എല്ലാ രംഗങ്ങളിലും സമസ്ത മേഖലകളിലും ജനോപകാരപ്രദമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് പോകുമ്പോൾ അതിൽ വിരളി പൂണ്ട ഇവിടുത്തെ പ്രതിപക്ഷം അവർ ഈ ഗവൺമെൻറ്റിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുണ്ട്, കാര്യമായിട്ട് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം ഇങ്ങനെ മുന്നോട്ട് പോയാൽ ഈ ഗവൺമെൻറ് അടുത്ത തവണ വീണ്ടും അധികാരത്തിൽ വരും എന്ന കാര്യത്തിൽ അവർക്ക് പോലും സംശയമില്ലാത്തത് കൊണ്ടാണ് ആവശ്യമില്ലാത്ത വികാരങ്ങൾ, ആവശ്യമില്ലാത്ത ആളുകളെ ഇറക്കി വിട്ടുകൊണ്ട് പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് ഗവൺമെൻറ്റിന് തലവേദന ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അവർക്ക് പോലും അറിയാം ഇതിങ്ങനെ പോയാൽ അടുത്ത തവണ വീണ്ടും UDF അധികാരത്തിൽ വരും എന്ന കാര്യത്തിൽ ഒരു സംശയവും അവർക്കുമില്ല. എന്നിരുന്നാൽ തന്നെയും ഈ ഗവൺമെൻറ് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, ഇപ്പോൾ ആരോഗ്യ മേഖല എടുത്ത് പരിശോധിച്ചാൽ എന്തെല്ലാം സൗകര്യങ്ങളാണ് കേരളത്തിലെ സാധാരണക്കാരായ രോഗികൾക്ക്. കേരളത്തിലെ മെഡിക്കൽ കോളേജുകളുടെ അവസ്ഥ ഇന്ന് പരിശോധിക്കാം. നേരത്തെ നമ്മൾ ആരും മെഡിക്കൽ കോളേജിൽ പോകാറില്ല, ഗവൺമെൻറ് ആശുപത്രികളിൽ പോകാറില്ലായിരുന്നു. കാരണം അവിടെ നിന്ന് ഉള്ള സഹായങ്ങളൊന്നും തൃപ്തമല്ലായിരുന്നു. പക്ഷേ ഇന്ന് അവസ്ഥ മാറി. ഇന്ന് മെഡിക്കൽ കോളേജിൻ്റെ ഓരോ ബ്ലോക്കുകളിലും കയറി ഇറങ്ങിയാൽ അവിടുത്തെ എല്ലാം ഹൈജീനിക്കായില്ലേ. ബെഡ്, വരാന്തകൾ, ബ്ലോക്കുകൾ, അതുപോലെ തന്നെ ലബോറട്ടറി, ഓപ്പറേഷൻ തിയേറ്ററുകൾ, അങ്ങനെ എല്ലാം ഹൈജീനിക്കായി സാധാരണപ്പെട്ട രോഗികൾക്ക് നമുക്കറിയാം വലിയ വലിയ സ്വകാര്യ മെഡിക്കൽ കോളേജുകളെ അല്ലെങ്കിൽ സ്വകാര്യ ആശുപത്രികളെ അതിജീവിക്കുന്ന വെല്ലുന്ന മെഡിക്കൽ കോളേജുകളായി ഗവൺമെൻറ് ഹോസ്പിറ്റലുകളായി നമ്മുടെ ഹോസ്പിറ്റലുകൾ മാറിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ കാരുണ്യ അടക്കമുള്ള അതുപോലെ തന്നെ നിരവധി പദ്ധതികൾ, ക്യാൻസറിന്, മറ്റ് രോഗങ്ങൾ വന്നാൽ ചികിത്സിക്കാനാവശ്യമായിട്ടുള്ള നിരവധി പദ്ധതികൾ ഈ ഗവൺമെൻറ് നടപ്പിലാക്കി വരികയാണ്. ഇന്ന് നമുക്കറിയാം നമ്മുടെ കൺസ്യൂമർ സ്റ്റേറ്റാണ്. നമുക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറി, നമുക്ക് ആവശ്യമായിട്ടുള്ള അരി ഉൾപ്പെടെയുള്ള ധാന്യങ്ങൾ, നമുക്ക് ആവശ്യമായിട്ടുള്ള പഴവർഗ്ഗങ്ങൾ, ഇതൊക്കെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അന്യ സ്റ്റേറ്റിൽ നിന്നും ഇവിടെ കൊണ്ടുവന്ന് നമ്മുടെ സ്ഥാപനങ്ങൾ വഴി, പലചരക്ക് കടകൾ വഴി, പച്ചക്കറി കടകൾ വഴി നമ്മൾ വാങ്ങിച്ച് ഭക്ഷിക്കുന്ന ഒരവസ്ഥയായിരുന്നു
നമുക്കുണ്ടായിരുന്നതെങ്കിൽ ഇന്ന് ആ അവസ്ഥയ്ക്ക് വലിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ മാറ്റങ്ങൾ. കേരളീയർ ഒരു പുതിയ ട്രെൻഡിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഉള്ള സ്ഥലത്ത് നമുക്കാവശ്യമായിട്ടുള്ള പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുവാൻ, നമുക്കാവശ്യമായിട്ടുള്ള ധാന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുവാൻ, നമുക്കാവശ്യമായിട്ടുള്ള അത്യാവശ്യം വേണ്ട പഴവർഗ്ഗങ്ങൾ ഉൽപ്പാദിപ്പിക്കുവാനുള്ള ഒരു ട്രെൻഡിലേക്ക് മലയാളികൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് മേഖലകളിൽ പച്ചക്കറി കൃഷിയെക്കുറിച്ചും ഒക്കെയുള്ള ചർച്ചകളും അതുപോലെ തന്നെ പ്രായോഗികമായ രീതികളും നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നല്ല ഭക്ഷണം കഴിക്കാൻ, മറ്റ് പെസ്റ്റിസൈഡ് ഉപയോഗിച്ച ഭക്ഷണ പദാർത്ഥങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് നല്ല ഭക്ഷണം നമുക്ക് അത് ജൈവമായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റു തരത്തിൽ ഉൽപ്പാദിപ്പിച്ചതായിക്കോട്ടെ നമ്മുടെ നാട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്ന മാരകമായ കീടനാശിനി പ്രയോഗിക്കാതെ മാരകമായ വിഷാംശങ്ങൾ ചേരാത്ത നല്ല ആഹാര പദാർത്ഥങ്ങൾ കഴിക്കാനാവശ്യമായിട്ടുള്ള സഹായം ഇതുണ്ടാകണമെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ സഹായം ഉണ്ടാകണം. ഗവൺമെൻറ് ഇക്കാര്യത്തിൽ ആവശ്യമായിട്ടുള്ള സഹായം ചെയ്തു കൊടുത്തെങ്കിൽ മാത്രമേ സബ്സിഡി കൊടുക്കണം, വൈദ്യുതി കൊടുക്കണം, ജലം കൊടുക്കണം, വിത്ത് കൊടുക്കണം, വളം കൊടുക്കണം, അങ്ങനെ ആവശ്യമായിട്ടുള്ള എല്ലാ സഹായങ്ങളും കേരള ഗവൺമെൻറ് ഇപ്പോൾ കർഷകർക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. താങ്കളുടെ എഴുത്ത്, താങ്കളൊരു എഴുത്തുകാരനാണ്, പ്രഭാഷകനാണ് എന്ന് നമുക്കറിയാം. എന്നിരുന്നാലും താങ്കളുടെ എഴുത്ത് പല മേഖലകളിലും വ്യാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ കോൺഗ്രസിൻ്റെ മുഖപത്രമായ വീക്ഷണത്തിൻ്റെ ഒരു സ്ഥിരം എഴുത്തുകാരനാണ് താങ്കൾ. അതുപോലെ തന്നെ മറ്റു മാധ്യമങ്ങളിലൊക്കെ തന്നെയും, പത്രമാധ്യമങ്ങളിലൊക്കെ തന്നെയും ശ്രദ്ധേയമായ നിയമമാണ് താങ്കളുടെ തൈക്കൂട്ടത്തിൽ സക്കീർ എന്ന പേര്. ഈ എഴുത്തിനുള്ള സമയം, ഇതിലുള്ള താല്പര്യം, അതെങ്ങനെയാണ് താങ്കളിലേക്ക് വരുന്നത്? അതിന് സമയം കിട്ടുന്നത് എങ്ങനെയാണ് എന്ന് പറയാം. എഴുത്ത് എനിക്ക് ഏറെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. കാരണം എഴുതണമെങ്കിൽ നന്നായി വായിക്കണം, വായിച്ചെങ്കിൽ മാത്രമേ എഴുതാൻ കഴിയുള്ളൂ. അപ്പം ഞാൻ കിട്ടുന്ന സമയം, കാരണം ഞാൻ ഏറ്റവും കൂടുതൽ വായിക്കാനായിട്ടും എഴുതാനായിട്ടും കണ്ടെത്തുന്ന സമയം രാത്രിയാണ്. രാത്രി ഒരു 1 മണി, ചിലപ്പോഴൊക്കെ 2 മണി വരെ ഇതിനു വേണ്ടി ഞാൻ സമയം സ്പെൻഡ് ചെയ്യാറുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ ഇവിടെ പറഞ്ഞത് ശരിയാണ്, ഏറ്റവും കൂടുതൽ എഴുതിയിട്ടുള്ളത് കോൺഗ്രസിൻ്റെ മുഖപത്രമായ വീക്ഷണത്തിലാണ്. ഞാൻ ഏതാണ്ട് 163ഓളം ആർട്ടിക്കിൾസ് എൻ്റെ വീക്ഷണത്തിൽ വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ അതെല്ലാം കൂടി ഒരു ബുക്കാക്കാനുള്ള ശ്രമത്തിലാണ്. മറ്റ് മാധ്യമങ്ങളിലൊക്കെ, മറ്റ് പല പത്രപംക്തികളിലുമൊക്കെ ഞാൻ എഴുതുന്നുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ എഴുതാൻ ആനുകാലികമായിട്ടുള്ള വിഷയങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് ഞാൻ എഴുതുന്നത്. അല്ല ഒരു പ്രത്യേക മേഖലയല്ല ഞാൻ കൊടുക്കുന്നത്. ആനുകാലികമായിട്ടുള്ള വിഷയങ്ങളിലുള്ള നമ്മുടെ പ്രതികരണം, പ്രത്യേകിച്ച് രാഷ്ട്രീയം ഉണ്ടാകാം, പിന്നെ അല്ലാതെ തന്നെ പൊതുകാര്യങ്ങളുണ്ട്, ദേശീയ കാര്യങ്ങളുണ്ട്, അന്തർദേശീയ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഞാൻ നന്നായി എഴുതുന്നുണ്ട്. താങ്കൾ കൃഷിയെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. താങ്കൾക്ക് അത്തരത്തിലുള്ള പല മേഖലകളിൽ നിന്നും കുറേ അംഗീകാരങ്ങളും പുരസ്കാരങ്ങളും ഒക്കെ തേടിയെത്തിയിട്ടുമുണ്ട്. എങ്ങനെയായിരുന്നു ഹരിത കേരളം സമൃദ്ധ കേരളം എന്ന് പറയുന്ന ബുക്കും അതോടൊപ്പം തന്നെ കൃഷിയും ഒന്ന് താരതമ്യം ചെയ്യുകയാണെങ്കിൽ താങ്കളുടെ അഭിപ്രായം? കാർഷിക മേഖല, ഞാൻ എൻ്റെ എഴുത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. എൻ്റെ മാതാപിതാക്കൾ അവർ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരായിരുന്നെങ്കിലും അവർ കർഷകരായിരുന്നു, നല്ല കർഷകരായിരുന്നു. ആ ഞങ്ങളുടെ ബാല്യകാലത്ത് സ്വായത്തമാക്കിയ ആ ഒരു വാസന അതെന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചിരുന്നു. കാരണം ഇന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്ന പോലെ തന്നെ ഇന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷ്യധാന്യം നമുക്ക് ലഭ്യമാകാതിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷ്യധാന്യമെങ്കിലും ഉൽപ്പാദിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ ഏറ്റവും മഹത്തായ ഒരു കാര്യമാണെന്ന് ഞാൻ മുമ്പ് സൂചിപ്പിച്ചിരുന്നു. അത് തന്നെയുമല്ല, അതിനേക്കാൾ ഉപരിയായി ഇതിനകത്തുള്ള വാസന, ആ വാസന മറ്റുള്ളവർക്ക് മാതൃകയാകണം
എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ഞാനിവിടെ എൻ്റെ വീട്ടിൻ്റെ വളപ്പിൽ ഏതാണ്ട് ഒരു 3000 ഏത്തവാഴ വരെ ഞാൻ കൃഷി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അത്രയും എനിക്ക് കാരണം വെള്ളത്തിൻ്റെയും അതുപോലെ തന്നെ മറ്റ് ഇൻഫ്രാസ്ട്രക്ചറിൻ്റെയൊക്കെ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് അത്രയും കൊണ്ടുപോകാൻ കഴിയുന്നില്ലെങ്കിലും ഞാൻ കൃഷി ചെയ്യുന്നുണ്ട്. അതെ, നമ്മളൊരു കാർഷിക വൃത്തിയിൽ ബന്ധപ്പെടുമ്പോൾ നമുക്ക് കഴിക്കാൻ കിട്ടുന്ന ആഹാര പദാർത്ഥങ്ങളേക്കാൾ കൂടുതൽ ഞാൻ ഏറ്റവും അടിവരയിട്ട് പറയുന്നൊരു കാര്യം, കാർഷിക രംഗം നമ്മുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടതാണ്. അതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ ഒരു കൃഷിത്തോട്ടത്തിൽ നിൽക്കുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അവിടെ വിരിയുന്ന ഓരോ ഇലകളും അവിടെ നിന്ന് ശ്വസിക്കുന്ന ഓരോ ശ്വാസവും നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആരോഗ്യ രംഗത്തിന് ഏറ്റവും കൂടുതൽ പ്രയോജനം ചെയ്യുന്നതാണ്. എല്ലാ മേഖലകളിലുമുള്ള വ്യക്തികൾ താങ്കളെ ക്ഷണിക്കാറുമുണ്ട്, താങ്കൾ അവിടെ ഒരു മുഖ്യ പ്രാസംഗികനാകാറുമുണ്ടെന്നുള്ള ഒരു കാഴ്ച ഇപ്പോൾ പതിവായിക്കൊണ്ടിരിക്കുകയാണ്. ഈ മതസൗഹാർദ്ദ മേഖല അത് ഊട്ടിയുറപ്പിക്കുന്നതിന് ആവശ്യമായുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? താങ്കളുടെ കാഴ്ചപ്പാട് ഒരു വിഷയത്തിൽ എങ്ങനെയാണ്? നമ്മൾ ജനിച്ചു വരുന്നത് ഒരു മതത്തിൻ്റെയും പ്രയോക്താക്കളായിക്കൊണ്ടല്ല. നമ്മുടെ മാതാപിതാക്കൾ ഏത് മതവിഭാഗത്തിൽപ്പെടുന്നോ ആ മതവിഭാഗം നമ്മളും പിൻപറ്റുന്നു എന്നുള്ളതൊഴിച്ചാൽ ഇവിടെ ആളുകൾ തമ്മിൽ എന്തെല്ലാം പ്രശ്നങ്ങളാണുള്ളത്. സ്കൂളിൽ പഠിക്കാൻ പോകുന്ന കുട്ടി, കൊച്ചു കുഞ്ഞുങ്ങൾ പോലും കൂട്ടുകൂടുന്നത്, ഇപ്പം നസീറാണെങ്കിൽ സലാമിനോടെ കൂട്ടുകൂടുകയുള്ളൂ, അല്ലെങ്കിൽ ജോസഫ് ഷൗമുലിനോട് കൂട്ടുകൂടുന്നു, കൃഷ്ണകുമാർ സുനിലിനോട് കൂട്ടുകൂടുന്നു. ആ ഒരു കൾച്ചറിലേക്ക് നമ്മുടെ ഭാരതം, നമ്മുടെ കേരളമൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ആളുകൾ ചിന്തിക്കുന്നത് ഇന്ന് ജാതിയുടെ അടിസ്ഥാനത്തിലാണ്. പക്ഷേ എവിടെയാണ് ഈ ജാതിയുടെ, ഈ മതത്തിൻ്റെ? ആളുകൾ ആരാധിക്കട്ടെ, മുസ്ലിം സഹോദരങ്ങൾ പള്ളിയിൽ പോയി നമസ്കരിക്കട്ടെ, ക്രൈസ്തവ സഹോദരങ്ങൾ ചർച്ചിൽ പോയി പ്രാർത്ഥന നടത്തട്ടെ, ഹൈന്ദവ സഹോദരങ്ങൾ അവർ വിശ്വസിക്കുന്ന ക്ഷേത്രങ്ങളിൽ പോയി ആരാധന നടത്തട്ടെ. പക്ഷേ ഇതിൻ്റെയൊക്കെ പേരിലുള്ള വൈരം, അതിനൊരുപാട് കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഒരുപാട് വിമർശനം ഉണ്ടാകാറുണ്ട്, ഞാൻ നേരിട്ടിട്ടുണ്ട്. നമുക്കറിയാമല്ലോ, ഖുർആൻ, പരിശുദ്ധ ഖുർആൻ ഞാൻ പിൻപറ്റുന്ന ഒന്നാണ്. ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന പരിശുദ്ധ ഖുർആൻ. ഞാൻ ഖുർആനിലെ എല്ലാ 144 അധ്യായങ്ങളും ഞാൻ പരിശോധിച്ചു. അവിടെയെങ്ങും ഒരു കാര്യം പറയുന്നില്ല. എന്താണെന്ന് ചോദിച്ചാൽ, ഇത് മുസൽമാന് വേണ്ടി അള്ളാഹു അവതരിച്ചു കൊടുത്തതാണ് എന്ന് എങ്ങും ഒരു സൂറത്തിലും പറയുന്നില്ല. ഞാൻ ബൈബിൾ പരിശോധിച്ചു, പുതിയ നിയമവും പരിശോധിച്ചു, പഴയ നിയമവും പരിശോധിച്ചു. ബൈബിളിലെങ്ങും പറയുന്നില്ല ഇത് ക്രിസ്ത്യാനിക്ക് വേണ്ടി എഴുതി തയ്യാറാക്കിയതാണെന്ന് പറയുന്നില്ല. NCPTയുടെ പ്രവർത്തനങ്ങൾ, NCPTയുടെ ചെയർമാനാണ് താങ്കൾ. ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ഈ വിദ്യാഭ്യാസ മേഖലയിലേക്ക് കടന്നു വരാനുണ്ടായ ഒരു സാഹചര്യം, അതുപോലെ തന്നെ NCPTയുടെ ഇപ്പോഴുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെ പോകുന്നു എന്നതിനെക്കുറിച്ച് അതിൻ്റെ ചെയർമാൻ എന്ന നിലയ്ക്ക് താങ്കളുടെ വാക്കുകൾ പ്രാധാന്യം അർഹിക്കുന്നു. ഞാൻ വിദ്യാഭ്യാസം കഴിഞ്ഞ് നിൽക്കുമ്പോൾ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന സമയത്ത് തന്നെ ഞാനൊരു കാര്യം തീരുമാനിച്ചു. ഒന്ന്, പൊതുരംഗത്ത് നിൽക്കുന്ന ആളുകൾ എപ്പോഴും അവർക്ക് സ്വന്തമായി വരുമാനം ഉണ്ടാകണം. അതൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. ഞാൻ അതിനുവേണ്ടി തന്നെയാണ് ഞാൻ മുൻകൈ എടുത്ത് ഒരു സ്ഥാപനം, ആ സ്ഥാപനം അത് വിദ്യാഭ്യാസ സ്ഥാപനമാകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. മറ്റ് ബിസിനസ് സ്ഥാപനങ്ങളെക്കാൾ മെച്ചമുള്ള ഒരു മേഖലയായിട്ട് ഞാൻ വിദ്യാഭ്യാസ പ്രവർത്തനത്തിന്, വിദ്യാഭ്യാസ സ്ഥാപനത്തിന് ഞാൻ മുൻഗണന നൽകി. ഞാൻ മുൻഗണന നൽകിയപ്പോൾ 2 കാര്യങ്ങളാണ് അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഒന്ന്, ഞങ്ങളുടെ സ്ഥാപനത്തിൽ, അന്ന് ഞങ്ങൾ ഈ സ്ഥാപനം 2004 ഈ സ്ഥാപനം ആരംഭിച്ചത്. അന്ന് ഈ സ്ഥാപനം തുടങ്ങുമ്പോൾ അന്ന് ഏറ്റവും കൂടുതൽ സേഫ്റ്റി എഞ്ചിനീയറിംഗ് കോഴ്സുകളാണ് ഞങ്ങൾ ഫോക്കസ് ചെയ്തത്. ഞങ്ങൾക്ക് കേരളത്തിന് പുറത്തും, അതായത് കേരള, തമിഴ്നാട്, കർണാടക, പോണ്ടി തുടങ്ങിയ സംസ്ഥാനങ്ങളിലായിട്ട് ഏതാണ്ട് 163ഓളം ഫ്രാഞ്ചൈസികൾ വരെ ഞങ്ങൾ പ്രവർത്തിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ആഹ്ലാദിക്കാൻ കഴിയുന്ന ഒരു കാര്യം, ഏറ്റവും കൂടുതൽ ചാരിതാർത്ഥ്യമുള്ളൊരു കാര്യം,
ചാരിതാർത്ഥ്യമാണ് ഏറ്റവും കൂടുതലുള്ളത്. അവിടെ ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള വിദ്യാഭ്യാസം കൊടുക്കുവാൻ ഞങ്ങളുടെ സ്ഥാപനത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ക്വാളിറ്റിയിൽ ഞങ്ങൾ ഒരിക്കലും ഒരു ലുബ്ധ കാണിച്ചിട്ടില്ല. ഞങ്ങളുടെ സ്ഥാപനത്തിൽ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾ അവർ ഏത് സ്ഥാപനത്തിൽ പോയാലും അവർക്ക് നല്ല നിലയിൽ ജോലി ചെയ്യാൻ കഴിയണം. 1. 2, അവർ നടക്കുന്ന ഇൻ്റർവ്യൂകളിൽ ഞങ്ങളുടെ കുട്ടികൾ ഒരിക്കലും പരാജയപ്പെടാൻ പാടില്ല. ഈ 2 കൂട്ടം കാര്യങ്ങൾ. 3, മറ്റൊന്നുകൂടിയുണ്ട്. ഞങ്ങൾ കൊടുക്കുന്ന ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഞങ്ങൾ നിരവധി പരിശീലനങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ സോഫ്റ്റ് സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ്, അതുപോലെ തന്നെ ഇതുപോലുള്ള ഞങ്ങളുടെ സ്ഥാപനങ്ങളെപ്പോലെയുള്ള സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് നമ്മുടെ നാട്ടിൽ കിട്ടുന്നതിനേക്കാൾ കൂടുതലായി നല്ല ശമ്പളത്തിൽ പുറത്ത് വിദേശങ്ങളിൽ ജോലി കിട്ടും. അപ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള ഭാഷ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. കാരണം ലാംഗ്വേജ് ഇല്ലാതെ ഒന്നും നമുക്ക് കൈമാറാൻ കഴിയില്ല. അപ്പോൾ ലാംഗ്വേജ് ഏറ്റവും പ്രധാനപ്പെട്ട ഇറ്റ്സ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ദി എഡ്യൂക്കേഷൻ. അവിടെ ഞങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചെയ്ത കാര്യം, ഞങ്ങൾ അറബി കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. അറബി പഠിപ്പിക്കാനായി പ്രത്യേക അധ്യാപകരെ ഞങ്ങൾ നിയമിച്ചു. അറബിക്ക് ഞങ്ങൾ പ്രാധാന്യം കൊടുത്തു. ഇംഗ്ലീഷ് ഭാഷ കൈകാര്യം ചെയ്യുന്നതിന് പ്രത്യേകം ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടാക്കി അതിനുള്ള പരിശീലനം കൊടുത്തു. ഹിന്ദി ഞങ്ങൾക്ക് ഇതൊക്കെ ഞങ്ങൾ പഠിപ്പിക്കുമ്പോഴും ഞങ്ങളുടെ ഒരു സ്ഥാപനത്തിൻ്റെ പ്രോഫിറ്റിലാണ് കുറവ് വരുന്നത് എന്ന് മനസ്സിലാക്കണം. പക്ഷേ ഞങ്ങളതൊന്നും നോക്കിയില്ല. ഞങ്ങളുടെ കുട്ടികൾ, ഇവിടെ നിന്ന് പോകുന്ന കുട്ടികൾ ഏറ്റവും നല്ല മിടുക്കന്മാരും മിടുക്കികളുമാകണം എന്നുള്ള ഞങ്ങളുടെ തീരുമാനം. ആ തീരുമാനം ഞങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്ത് ഞങ്ങളുടെ കുട്ടികളെ മികച്ച നിലവാരമുള്ളവരാക്കി തീർക്കുക എന്നുള്ളതാണ് ഞങ്ങളതിനകത്ത് കൈക്കൊണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കുടുംബത്തിൽ ആരൊക്കെയാണ് കുടുംബത്തോടൊപ്പമുള്ള ഒരു ചെലവഴിക്കാനുള്ള സമയം കണ്ടെത്തുന്നത്? വിശേഷങ്ങൾ എന്നേക്കാൾ കൂടുതൽ എല്ലാവർക്കും അറിയുന്നത് എൻ്റെ കുടുംബത്തെയാണ്. കാരണം ഞാനില്ലെങ്കിലും ഇവിടെ വരുന്ന ഒരു അതിഥിക്ക് അല്ലെങ്കിൽ എന്നെ കാണാൻ വരുന്ന ഒരാളിന് ഒരിക്കലും നിരാശപ്പെട്ട് മടങ്ങിപ്പോകേണ്ടതായി ഇന്ന് വരെ വന്നിട്ടില്ല. എൻ്റെ കുടുംബം, എൻ്റെ ഭാര്യയായാലും എൻ്റെ മക്കളായാലും ഇവിടെ വരുന്നവരെല്ലാം എൻ്റെ ഒരു സാന്നിധ്യം പോലും ആവശ്യമില്ലാതെ അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ നല്ല ആതിഥേയത്വം കൊടുക്കുന്നതിൽ, അതൊരു പൊതു രംഗത്ത് നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് എൻ്റെ ഭാര്യ അതിനകത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ സുബി എന്നാണ് പേര്, എല്ലാവർക്കും അറിയാം എന്നാണ് പേര്. അവരുടെയൊക്കെ സഹായം പൊതുപ്രവർത്തന രംഗത്ത് എനിക്ക് വളരെ, പൊതുപ്രവർത്തന രംഗത്തും അതുപോലെ തന്നെ ഞാൻ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാ മേഖലയിലും, അതിന് ഞാൻ ഡൽഹിയിലായാലും മറ്റ് സംസ്ഥാനത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലായാലും ഒന്നും ഒരു കുറവും വരുത്താത്ത തരത്തിൽ അതെല്ലാം മാനേജ് ചെയ്തുകൊണ്ട് പോകുന്നത് എൻ്റെ കുടുംബമാണ്. അതോടൊപ്പം തന്നെ എന്നോടൊപ്പം നിൽക്കുന്ന സ്റ്റാഫ്, അതുപോലെ തന്നെ ഞങ്ങളുടെ സ്ഥാപനത്തിലെ ജീവനക്കാർ, ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ ഡയറക്ടറും അഡ്മിനിസ്ട്രേറ്ററും അതുപോലെ തന്നെ അക്കൗണ്ട്സ് ഓഫീസറും അതുപോലെ തന്നെ അവിടെയുള്ള എല്ലാ സ്റ്റാഫും നമുക്ക് ചെയ്തു തരുന്ന സഹായവും സപ്പോർട്ടും വളരെ വലുതാണ്. അതുകൊണ്ടൊക്കെയാണ് ഈ സ്ഥാപനങ്ങളെല്ലാം നന്നായിട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത്. കുട്ടികളുടെ മക്കൾ 2 പേരാണുള്ളത്. മോള് ഫസ്റ്റ് ഇയർ MBBS കഴിഞ്ഞ് സെക്കൻഡ് ഇയറിലേക്ക് കണ്ണൂർ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്നു. മോനെ 9ാം സ്റ്റാൻഡേർഡിൽ ഇപ്പോൾ പഠിക്കുന്നു. മകളുടെ പേര് ജൂനിഷ M. സക്കീർ, മകൻ്റെ പേര് ജിയാദ് M. സക്കീർ. വിദ്യാഭ്യാസത്തിലാണ് ഇപ്പോൾ അവർ? വിദ്യാഭ്യാസത്തിലാണ്.
അപ്പോൾ തീർച്ചയായും സന്തുഷ്ടമായ ഒരു കുടുംബജീവിതവും ഒപ്പം ഒരു പൊതുപ്രവർത്തന മേഖലകളും താങ്കൾ ഒരുപോലെ കൊണ്ടുപോകുന്നു എന്നുള്ളത് വലിയൊരു കാര്യം തന്നെ. അതെല്ലാം സർവശക്തൻ്റെ അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇന്നും നമ്മുടെ കഴിവല്ലല്ലോ. എനിക്ക് ഏറ്റവും പറയാനുള്ള കാര്യം എൻ്റെ സൗഹൃദമാണ്. എനിക്ക് ആരോടും സ്പർദ്ധയില്ല. അതാണ് ദൈവം തമ്പുരാൻ എന്നെ പഠിപ്പിച്ച ഏറ്റവും വലിയ. എനിക്ക് ആരോടും സ്പർദ്ധയില്ല. എൻ്റെ കൂടെ നിൽക്കുന്ന, അല്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന, ഞാൻ സ്നേഹിക്കുന്ന പ്രപഞ്ചത്തിലെ മുഴുവൻ ആളുകളും നല്ല നിലയിൽ എത്തണം എന്നാഗ്രഹിക്കുന്ന, ചിന്തിക്കുന്ന, പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞാൻ. അതാണ് എൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത. ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട്. അതിനകത്ത് നമുക്കൊരു സ്പർദ്ധയുടെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാവരെയും സ്നേഹിക്കുന്നു. എന്നോട് പിണങ്ങിയിട്ടുള്ള ആളുകളെ പോലും ഞാൻ എൻ്റെ സൗഹൃദത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന്, ശ്രമകരമായി ഞാൻ അതിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് അവരുടെ പിണക്കം മാറ്റി നല്ല സുഹൃത്തുക്കളാക്കുന്ന ഒരു രീതിയാണ് എനിക്കുള്ളത്. ഈ പുതുവർഷത്തിൽ എനിക്ക് തരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മെസ്സേജ്, ആളുകൾ തമ്മിൽ സ്പർദ്ധയില്ലാതെ, ആളുകൾ തമ്മിൽ വൈരമില്ലാതെ, ആളുകൾ തമ്മിൽ വിദ്വേഷമില്ലാതെ എല്ലാവരും, കാരണം ആർക്കും ആരോടും വിദ്വേഷത്തിൻ്റെ ആവശ്യമില്ല. കാരണം ഒരാൾക്കും അവകാശപ്പെട്ടത് മറ്റൊരാൾക്ക് കിട്ടാനില്ല. ഒരാൾക്ക് അതിൻ്റെ പേരിലാണല്ലോ ഇവിടെ തർക്കം നടക്കുന്നത്. എല്ലാ തർക്കങ്ങളും വൈരങ്ങളും വൈരാഗ്യവും എല്ലാം അതാണല്ലോ. ദൈവം തമ്പുരാൻ ആർക്കൊക്കെ എന്തൊക്കെ തീരുമാനിച്ചിട്ടുണ്ടോ അതെല്ലാം അവർക്കുണ്ടാകും. അതുകൊണ്ട് തന്നെ എല്ലാവരും പരസ്പരം സൗഹൃദത്തിൻ്റെ നല്ല മുത്തുമാല കോർത്ത് ഒന്നിച്ച് ഉള്ള ഒരു ഭാരതം അത് കെട്ടിപ്പടുക്കാനായി എല്ലാവരും ഒന്നിച്ച് ഒരു മനസ്സായി നീങ്ങണം എന്ന് മാത്രമാണ് എനിക്ക് ഈ പുതുവർഷത്തിൽ, ഈ വർഷത്തിൽ 2015 നമുക്കൊരു കുഴപ്പമില്ലാത്ത ഒരു വർഷമായി മാറട്ടെ. ഒരു മറ്റ് പ്രകോപനങ്ങളില്ലാത്ത, മറ്റ് അന്തഛിദ്രങ്ങളൊന്നും സംഭവിക്കാത്ത ഒരു വർഷമായി ഭവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. സാർ എന്തായാലും തീർച്ചയായിട്ടും വളരെ നന്ദി. കാരണം ഞങ്ങൾക്കും സാർ നന്ദി അറിയിപ്പിച്ചു. അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പുതുവത്സരാശംസകൾ നേർന്നു. ഇത്രയും വിലപ്പെട്ട സമയം ഒരിക്കൽ കൂടി ഞങ്ങളോട് സംബന്ധിച്ചത് ഞങ്ങളുടെ ഹൃദയംഗമായി നന്ദി. താങ്ക് യു വെരി മച്ച്.